നമ്മുടെ മലയാളികൾക്ക് അന്നം തരുന്ന നാടിനെ വീണ്ടും ഇറാൻ ചതിച്ചു. ഇന്നലെയാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇറാൻ്റെ പ്രസിഡന്റ് പെഷസ്ക്യാൻ ഉം. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ ഖേദം പ്രകടിപ്പിച്ചത്. ഖേദം പ്രകടിപ്പിച്ച് നാവ് വായിടുന്നതിന് മുമ്പ് വീണ്ടും അറ്റാക്ക് നടത്തി. ഗൾഫിലെ പല തന്ത്രപ്രധാനമായ മേഖലകളിലും UAE ഉൾപ്പെടെ വീണ്ടും ആക്രമണത്തിൻ്റെ ഇരയായി. അപ്പം നമ്മുടെ ഇപ്പോൾ എനിക്കറിയാം, എൻ്റെ സുഹൃത്തുക്കളുണ്ട് ഗൾഫിൽ നിന്ന് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റാത്തവർ, അവിടെ കുടുങ്ങി കിടക്കുന്നവർ. വല്ലാത്ത ആശങ്കയാണ്. നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് മലയാളികൾ വിദേശത്തുള്ളവരും നമ്മുടെ നാട്ടിലുള്ള ഗൾഫ് രാജ്യങ്ങളെ സ്നേഹിക്കുന്നവരും അന്നം തരുന്ന നാടെന്ന് പറയുന്ന രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. അവർക്ക് നേരിട്ടൊരു പങ്കില്ലാത്ത കാര്യത്തിന് അവരെ അവരുടെ അതേ മതത്തിൽപ്പെട്ട ഒരു രാജ്യം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക വലിയ സംരക്ഷണ കവചമൊക്കെ ഒരുക്കി താടും പേട്രിയറ്റും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും മിസൈലുകൾ വന്ന് വീഴുന്നുണ്ട്. അമേരിക്കൻ താവളങ്ങളിൽ മാത്രമല്ല, ജനവാസ കേന്ദ്രങ്ങളിൽ വീഴുന്നു. UAE-യിൽ ഒരു കാറിനുമേൽ മിസൈൽ വീണു, ഒരു പൗരൻ മരിച്ചു. ഗേഷ്യൻ വംശജനായ ഒരു പൗരൻ എന്നാണ് UAE പറയുന്നത്. ഏത് രാജ്യക്കാരനാണെന്ന് പറഞ്ഞിട്ട്, ചിലപ്പോൾ ഇന്ത്യക്കാരൻ പോലും ആകാം, അങ്ങനെ ആവാതിരിക്കട്ടെ. ഏതായാലും UAE-യും ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ വല്ലാത്ത ഭീഷണിയാണ്. അതിനിടയ്ക്ക് ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. അമേരിക്ക കൊടുക്കുന്ന പ്രതിരോധ സുരക്ഷാ സന്നാഹങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് വിശ്വാസം പോരാ. അവർ ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് ഇന്ത്യ ഇതേപോലെ പാകിസ്ഥാൻ്റെ വേവ്സ് ആയിട്ടുള്ള ഡ്രോണിൻ്റെയും മിസൈലിൻ്റെയും ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ ഒരെണ്ണം പോലും ഇന്ത്യയിലെ മണ്ണിൽ വീഴാതെ ഇൻ്റർസെപ്റ്റ് ചെയ്തു. അപ്പം ലോകത്തിലെ ഏറ്റവും മികച്ച മാതൃകയാണ് ഇന്ത്യയുടെ ആകാശ പ്രതിരോധ സന്നാഹം. അതുകൊണ്ട് ഒമാനും UAE-യും ഇന്ത്യ സർക്കാരുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സന്നാഹം അവർക്കൂടി ലഭ്യമാക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുവെന്നും അതിന്മേൽ ചർച്ചകൾ നടക്കുന്നു എന്നും കേൾക്കുന്നു. കാരണം ഇത് സത്യത്തിൽ നമ്മൾ യുദ്ധത്തിൽ പങ്കെടുക്കുകയൊന്നുമല്ല. കാരണം ഇറാനെതിരെയല്ല, നമ്മുടെ സൗഹൃദ രാജ്യങ്ങളാണ്. ഒമാനാണെങ്കിൽ ഇന്ത്യയായിട്ട് വലിയ അടുപ്പമുണ്ട്. ഒമാനിലെ ദുഖ്മ് തുറമുഖം ഇന്ത്യയുടെ സൈന്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി അവിടുത്തെ സുൽത്താൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, അവിടെ ഇന്ത്യയും ഒമാനും തമ്മിൽ ഒരു ജോയിൻറ്റ് മിലിറ്ററി കോപ്പറേഷൻ കമ്മിറ്റിയുണ്ട്. അവിടുത്തെ മുൻ സുൽത്താനായ ഖാബൂസ് ബിൻ സെയ്ദ് പൂനെയിൽ വന്ന് പഠിച്ച ആളാണ്. ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് പഠിച്ചതാണ്. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ സുൽത്താനാണെങ്കിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അതേ ബന്ധം ഇന്ത്യയോട് പുലർത്തുന്നു. ഇന്ത്യയായിട്ട് വലിയ സൗഹൃദമുണ്ട്. പിന്നെ അവിടുത്തെ മുസ്ലിമുകൾ എന്ന് പറഞ്ഞാൽ അവർ ഷിയ അല്ല, സുന്നി അല്ല, ഇബാദികളാണ്. കുറച്ചുകൂടെ സഹിഷ്ണുതയുള്ള ആളുകളാണ്. കുറച്ചുകൂടെ ഇത്ര വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മതനിഷ്ഠകളൊന്നും ഇല്ലാത്ത ഒരു മുസ്ലിം രാജ്യമാണ് ഒമാൻ. ഒമാനും UAE പിന്നെ അറിയാമല്ലോ, UAE-യിലെ പ്രസിഡന്റ് MB സട്ട് 6 മണിക്കൂർ യാത്ര ചെയ്ത് 1 മണിക്കൂർ മോദിയോട് സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എന്താണ് സംസാരിച്ചതെന്ന് നമുക്കിപ്പോഴും അറിയില്ല. സൗദിയും UAE-യും തമ്മിൽ ഇപ്പം നല്ല ബന്ധം അല്ലാത്തത് കൊണ്ട് എന്തോ കാര്യങ്ങൾ പറയാൻ വന്നതാണെന്ന് വ്യാഖ്യാനമുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ 2 രാജ്യങ്ങൾക്കും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സന്നാഹങ്ങൾ വേണം എന്ന് പറയുന്നു. കൊടുക്കാൻ സാധ്യതയുണ്ടോ? ഈ വാർത്ത ശരിയായിരിക്കുമോ? ഈ വാർത്ത ശരിയായിരിക്കാം. കാരണമുണ്ട്. ഇതിലൊരു ചെറിയൊരു കഥ പറയേണ്ടി വരും. അടുത്ത കാലത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നതിനെ കുറിച്ചിട്ട്. ഈ സുനിൽ ഇപ്പം പറഞ്ഞില്ലേ, ഇസ്ലാമിക് രാജ്യങ്ങൾ ഒക്കെ ഒരു ഇസ്ലാമിക് രാജ്യമായ ഇറാൻ ആക്രമിക്കണമെന്നുള്ളത്. ആ സങ്കല്പം ഇറാനായിട്ട് തന്നെ തകർത്ത് കളഞ്ഞിരിക്കുക. ഒരു കാലത്ത് ഇറാൻ പറഞ്ഞുകൊണ്ടാണ്, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഡെത്ത് ടു അമേരിക്ക ആൻഡ് ഡെത്ത് ടു ഇസ്രായേൽ, പിന്നെ രഹസ്യമായിട്ട് പറഞ്ഞ പോലെ ഡെത്ത് ടു ഇന്ത്യ എന്നാണ് പറഞ്ഞുകൊണ്ട് നടന്നത്. ഈ മുദ്രാവാക്യം കൊണ്ട് അവർ ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഒരു യൂണിറ്റി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പൊളിഞ്ഞു. കാരണം ഇറാൻ ഷിയയാണ്, ഇറാൻ ഷിയ രാജ്യമാണ്. അവർ ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഇസ്ലാമിക് രാജ്യങ്ങളെയും അവർ ആക്രമിച്ചു. അവർക്ക് അത്ര ഇസ്ലാമിനോട് അത്ര വലിയ വിധേയത്വമുണ്ട്, അല്ലെങ്കിൽ സോളിഡാരിറ്റി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ സൗദി അറേബ്യനെയോ UAE-യോ ഒമാനെയോ ബഹ്റൈനെയോ ആക്രമിക്കില്ലായിരുന്നു. ഇന്നലെ അവരുടെ പ്രസിഡന്റ് മാപ്പ് പറഞ്ഞു ഈ ജനങ്ങളോട്. ഞങ്ങൾ വിഷമമുണ്ട്, ഞങ്ങൾക്ക് എങ്ങനെ ആൾനാശവും സ്വത്ത് നാശവും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ രാജ്യങ്ങളിൽ. പക്ഷെ ഞങ്ങൾ ആക്രമിച്ചത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചതെന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞിട്ടും അവർ ആക്രമണം തുടർന്നു. അതിൽ നിന്ന് മറ്റൊരു മെസ്സേജ് ഇല്ലേ? പെഷസ്ക്യാൻ അവിടുത്തെ പ്രസിഡന്റ് ആണെങ്കിലും പെഷസ്ക്യാൻ പറഞ്ഞാൽ ഇറാനിലെ IRGC പോലെയുള്ള
മതപട്ടാളം കേൾക്കില്ല എന്നൊരു സൂചനയില്ലേ? ഉറപ്പല്ലേ അത് കേൾക്കൂല. കാരണം അവര് സ്പിരിച്വൽ ലീഡർ പറയണേ കേൾക്കുള്ളൂ. അവര് അവിടെ അതാണ് ഏറ്റവും വലിയ കാര്യം. സ്പിരിച്വൽ ലീഡർ ഇപ്പൊ സ്പിരിച്വൽ ലീഡർ ഇല്ലല്ലോ. അതെ, മറ്റേ ഖാമിനിനെ പറഞ്ഞു വിട്ടുമല്ലോ. ഇപ്പോൾ അതുകൊണ്ട് അവര് ഒരു ഈ ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഒരു യൂണിറ്റി തകർന്നു. ഇപ്പൊ ഷിയ രാജ്യം ഒരു വശത്തും മറ്റ് സുന്നി രാജ്യങ്ങൾ വേറൊരു വശത്തുമായിട്ടാണ് ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ തുഗ്ലക് മാസികയുടെ പത്രാധിപരും വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ചെയർമാനായിട്ടുള്ള ഗുരുമൂർത്തി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഇതാണ് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഏറ്റവും നല്ല സാഹചര്യം എന്ന് പറഞ്ഞു. എന്താ കാരണം ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ രാജ്യങ്ങളില്ലേ, ഈ സുന്നി രാജ്യങ്ങൾക്ക് ഇപ്പോൾ പേടിയായി. ഷിയ രാജ്യമായ ഇറാൻ അവരുപദ്രവിക്കും. ഇവര് ഈ എന്താ പറയണ, ഒരു തവണ ആക്രമിക്കാം. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുമ്പോൾ ആ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം ലിമിറ്റ് ചെയ്യുന്നതിന് പകരം എങ്ങനെ വന്നു? അത് അവർക്ക് ഒരു ബോധമല്ല, ലക്ഷ്യമല്ല. അവർ വന്ന് കയറി അങ്ങ് അറ്റാക്ക് ചെയ്യാണ് ഇറാനിയൻ പട്ടാളം. ഈ പറഞ്ഞ വലിയ എലീറ്റ് ഫോഴ്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ്. യാതൊരു ബോധമില്ല അവർക്ക്. ഇപ്പൊ നാഥനില്ല കളരി പോലെ ആയിട്ടുണ്ട് അവിടെ പ്രസിഡന്റ് ഒന്നും പറഞ്ഞാൽ വലിയ വിലയൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു പുതിയ ഡെവലപ്മെന്റ് ഇറാനിൽ ഉണ്ടായിട്ടുണ്ട്, സംജാതമായിട്ടുണ്ട്. അതിനുശേഷം സൗദി അറേബ്യനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യ പാകിസ്ഥാന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പോയി ഇറാനെ ആക്രമിക്കാനായിട്ട്. പാകിസ്ഥാൻ എന്ത് ചെയ്യും? ഇപ്പോൾ അവരുടെ ഒരു സഖ്യ അത് തീർന്നു, റദ്ദായി. അത് പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്തിട്ടില്ലെങ്കിൽ സൗദി അറേബ്യ പാകിസ്ഥാനെ അടുപ്പിക്കില്ല. പിന്നെ വേറൊരു പ്രശ്നമുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ സൈനിക ട്രെയിനിങ് കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ മദ്രാസിലാണെങ്കിൽ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി, പിന്നെ ഡെറാഡൂണിലാണെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, പിന്നെ വേറെ 2-3 പുതിയതായിട്ട് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി തുടങ്ങിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റിൽ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിൽ കമാൻഡോകൾക്ക് ജംഗിൾ വാർഫെയറും സമുദ്ര ഇതിലുള്ള കമാൻഡോസിനെയും ട്രെയിൻ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അവിടെ മുഴുവനും അഫ്ഗാനിസ്ഥാൻ, മറ്റേ എന്താ പറയുന്ന UAE, ദെൻ ഒമാൻ, ഈ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക ഓഫീസർമാർ വന്ന് പരിശീലനം നടത്തുന്നുണ്ട്. ദെൻ അത് മാത്രമല്ല, വെല്ലിംഗ്ടണിൽ ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജ് ഉണ്ട് ഇടുക്കിയിലല്ല, ഊട്ടിയിൽ. ഡൽഹിയിൽ വേറൊരു ട്രെയിനിങ് കോളേജ് ഉണ്ട്, സ്റ്റാഫ് ട്രെയിനിങ് കോളേജ് ഉണ്ട്. അവിടെയൊക്കെ ഈ രാജ്യങ്ങളിൽ നിന്ന് നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ വന്ന് പരിശീലനം നേടുന്നുണ്ട്. ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിൽ ഇവിടെ മദ്രാസിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള സൈനികരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയാമോ? ഇവിടുന്ന് പരിശീലനം കിട്ടിപ്പോകുന്ന കേഡറ്റ്സ്, ഓഫീസർ കേഡറ്റ്സ് നമ്മുടെ അംബാസിഡർ ആയിട്ടാണ് മാറുന്നത്. അവരുടെ രാജ്യങ്ങളോടുള്ള ദേശീയബോധവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ ഇന്ത്യൻ ഓഫീസർമാരെ, അവർ ഭാവിയിൽ ഇടപെടുന്ന ഇന്ത്യൻ ഓഫീസർമാര് ബ്രദർ ഓഫീസർ എന്നാണ് അവർ അഭിസംബോധന. അതായത് നമ്മൾ ബംഗ്ലാദേശ് നോക്കിയാൽ മതി. ബംഗ്ലാദേശിലെ കരസേനാ മേധാവി വാക്കർ ഉസ്മാൻ ഇന്ത്യയുടെ അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ നടത്തിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഞാൻ വളരെ പരിചയമുള്ളൊരു സുഹൃത്താണ് ക്യാപ്റ്റൻ ഹരിഹരൻ ബാലകൃഷ്ണൻ, മദ്രാസിലുള്ളത്. അദ്ദേഹത്തിന് ഈ LTTക്കാരോടുള്ള പ്രധാന ദേഷ്യം ഒന്ന്, ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥന്മാരും ശ്രീലങ്കൻ നാവിക ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള ബന്ധം മോശമാക്കാനായിട്ടാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് LTTക്കാരും. അവർ പറയും ഞങ്ങളുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ പരിശീലനം നേടിയ ഉദ്യോഗസ്ഥന്മാരാണ്, അവർക്കൊന്നും ഇന്ത്യയോടാണ്. മറ്റ് വിദേശ രാജ്യങ്ങൾ, ഏത് വിദേശ രാജ്യങ്ങളുടെ കണക്കെടുത്ത് നോക്കിക്കോളൂ, അവർക്ക് ഇന്ത്യയോടായിരിക്കും. ഞങ്ങളെ അവർ വിളിക്കുന്ന ബ്രദർ ഓഫീസേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഒരു മറ്റൊരു രാജ്യത്തെ ഉദ്യോഗസ്ഥനായതുകൊണ്ട് അയാളെ തരം താണ് കാണും, ഒന്നുമില്ല. ഇവർ ഒരേ ഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാരായിട്ടാണ് കാണുന്നത്, സഹപ്രവർത്തകരായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് ഒമാനാണെങ്കിലും UAE ആണെങ്കിലും ഇന്ത്യയുടെ സൈനിക സഹായം അഭ്യർത്ഥിക്കണേൽ വലിയ അതിശയമൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ അത് ഇറാനെതിരെയുള്ള ഒരു നീക്കമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുമോ? ഇറാൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇറാനെതിരെ എന്ത് നീക്കം? എല്ലാവരും ഇറാനെതിരെ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പണ്ട് സുനിൽ ഓർമ്മയില്ലേ, ഇറാഖ് ഈ കുവൈറ്റിനെ പിടിച്ചെടുത്ത് അവിടെ എണ്ണ കിണറുകളിലെല്ലാം തീയിട്ട് ആ കുവൈറ്റ് മൊത്തം കീഴടക്കിയൊരു സമയമുണ്ടായിരുന്നു. നമ്മുടെ നാൾ മരിച്ച മന്ത്രി
KB ഉണ്ണികൃഷ്ണൻ അവിടെ പോയി കുറേ ഇന്ത്യൻസിനെ ഇവാക്യുവേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഇറാഖിനെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റപ്പെടുത്തുകയുണ്ടായി. അല്ല, എനിക്ക് വേറൊരു സംശയമുണ്ട്. സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ ഇറാൻ്റെ കപ്പൽ നമ്മുടെ തുറമുഖത്ത് കിടക്കുന്നു, കൊച്ചി കിടക്കുന്നു. പുറത്തേക്ക് ഇറങ്ങിയ അമേരിക്ക കൊല്ലും, തീർക്കും, ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അമേരിക്കയിൽ നിന്നൊരു സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കപ്പൽ ഇവിടെ കിടക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഒരു ദേഷ്യം തോന്നില്ലേ? ഇല്ല, അത് ഇന്നലെ ആണോ മിനിങ്ങാന്നാണോ നമ്മുടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കർ എന്താ പറഞ്ഞിരിക്കണേ? അവര് ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചു. ഈ രണ്ടാമത് വന്ന കപ്പൽ ലവാൻ, ആ കപ്പലിന് സാങ്കേതിക തകരാറുകളുണ്ട്. അത് എനിക്കൊരു വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. എനിക്ക് വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരം ഈ പറഞ്ഞ കഥയല്ല. അതായത് ഈ 4-ാം തീയതി ദേന മുക്കിയ 4-ാം തീയതിയാണ് ഈ കപ്പൽ കൊച്ചി പോർട്ടിൽ വന്നതെന്ന് ആണ് മാധ്യമങ്ങൾ പറയുന്നത്. അത് തെറ്റാണ്. 3-ാം തീയതി, അതായത് ദേന ആക്രമണത്തിന് ഇരയാവുന്നതിന് മുമ്പ് തന്നെ ലാവൻ എന്ന് പറയുന്ന ഈ കപ്പൽ ഇന്ത്യയുടെ സഹായം തേടുകയും 3-ാം തീയതി കൊച്ചി പോർട്ടിലെത്തി. ഇതാണ് ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളത്. എനിക്കത് കൃത്യമായ സോഴ്സിൽ നിന്ന് ആധികാരികമായി പറയണം. മാത്രമല്ല, നമ്മളത് ടഗ് ചെയ്ത് കൊണ്ടുവന്ന് പോർട്ടിൽ അടുപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണല്ലോ വിദേശ കപ്പലിനെ കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ കാര്യം, ആ കപ്പലിന് കാര്യമായ യന്ത്രത്തകരാറൊന്നും ഇല്ല. അവർക്ക് ഒരു കാരണം വേണമല്ലോ രക്ഷപ്പെടാനായിട്ട്. ആ നാവികരെയൊക്കെ നമ്മുടെ നേവൽ ബേസിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ പാർപ്പിച്ചിരിക്കുക. അതെ, കരയിലാണ് പാർപ്പിക്കുന്നത്. അതെ, പക്ഷെ അവര് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവർക്ക് അതിനുള്ള സൗകര്യം കൊടുത്തിരിക്കണേന്നാണ് ജയശങ്കർ പറഞ്ഞത്, മന്ത്രി ജയശങ്കർ പറഞ്ഞിരിക്കുന്നത്. ഇന്റർനാഷണൽ ലോ ഓഫ് ദ സീ പ്രകാരം ഒരു കപ്പല് നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സോ അല്ലെങ്കിൽ അതിനോട് തൊട്ടടുത്ത സ്ഥലത്തോ കൂടി സെയിൽ ചെയ്യുമ്പോൾ അവർക്ക് വേണമെങ്കിൽ നമ്മുടെ സഹായം അഭ്യർത്ഥിക്കാം. നോക്കൂ, ഞങ്ങളുടെ കപ്പലിലുള്ള 4-5 പേർക്ക് അതിഗുരുതരമായ അസുഖമാണ്, അവരെ ഒന്ന് രക്ഷപ്പെടുത്തണം, അവരെ ഞങ്ങൾക്ക് കരയിലെത്തിച്ചു തരണം, അല്ലെങ്കിൽ ഈ കപ്പലിന് എന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ ആങ്കർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ അവർ ആ കപ്പലിന് പോർട്ടിൽ അടുപ്പിക്കും. അപ്പം അതിപ്പോൾ ഇപ്പം പറയണ പാകിസ്ഥാൻ കപ്പലാണെങ്കിലും എന്താ പറയണ നമ്മൾ ചെയ്തു കൊടുത്തു എന്നിരിക്കും. അതാണ് മന്ത്രി ജയശങ്കർ പറഞ്ഞത്. നമ്മൾ ഏറ്റവും പുതിയൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഇറാനിലെ കുഹാക്ക്, ഷഹറാൻ, കരാജ് എന്നീ മേഖലകളിലെ 3 എണ്ണ സംഭരണ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ഇപ്പോൾ തകർത്തു. നല്ല കാര്യം. അത് പക്ഷെ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ കാണൂലല്ലോ ആ വാർത്തയൊന്നും. ടെഹ്റാനിൽ ഇപ്പൊ ജനസംഖ്യയിലെ 1/3 അവർ ഓടിപ്പോയി. ടെഹ്റാൻ ഒരു ശ്മശാന നഗരമാണ്. ഇത് പണ്ടത്തെ ബെയ്റൂട്ട് എങ്ങനെയാവുമോ അതേപോലെ ആയിട്ട് മാറും ഈ എന്താ പറയുന്ന ടെഹ്റാൻ നഗരം. എത്രമാത്രം പുരോഗമനപരമായ ഇന്ത്യയിലെ വൻ നഗരങ്ങളെ തോൽപ്പിക്കുന്ന രീതിയിൽ വികസിച്ചിരുന്നു. അപ്പോൾ ഈ ഫലത്തിൽ ഏത് യുദ്ധം ഉണ്ടായാലും ഇന്ത്യക്ക് ഗുണമുണ്ട്. കാരണം ഇപ്പോൾ ഏറ്റവും കിടയറ്റ ലോകത്തിലെ അമേരിക്കയുടെ താടെന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സന്നാഹത്തെക്കാളും മികച്ചതാണ് ഇന്ത്യയുടെ സുദർശൻ ചക്ര. ആ പാറ്റേൺ എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ നമ്മളെ തേടി വരുന്നത്. വേറെ കാര്യം കൂടിയുണ്ട് സുനിൽ, ഇന്റർനാഷണലി എല്ലാ രാജ്യങ്ങൾക്കും വിശ്വസിക്കാവുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ ഉയർന്നു കഴിഞ്ഞു. സൈനികമായും സാമ്പത്തികമായും എല്ലാ തരത്തിലും ഇന്ത്യ ഉയർന്നു കഴിഞ്ഞു. ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇറാൻ തന്നെ ഇറാന്റെ നേവി ഇന്ത്യൻ സഹായം തേടിയില്ലേ? അവരുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നില്ലേ യുദ്ധത്തിനിടയ്ക്ക്? അതിനിടയ്ക്ക് അവരുടെ വിദേശകാര്യമന്ത്രി അരകാച്ചി അതിലുള്ള ജയശങ്കറിനെ വിളിച്ച് സംസാരിച്ചിട്ടില്ലേ? അവര് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് തന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദി. ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമുസ് വഴി കടന്നു പോകുന്നതിന് ഒരു തടസ്സവും ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പോരെ? അപ്പൊ പിന്നെ ഇവര് നമ്മുടെ മാധ്യമങ്ങളും ഈ പറഞ്ഞ പോലെ അവർ പ്രതിപക്ഷ നേതാക്കന്മാരും പറയണ എല്ലാ പ്രതിസന്ധി ഇല്ലാതായി. വല്ലാത്തൊരു അത്ഭുതമാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു, ട്രംപിന്റെയും പുട്ടിന്റെയും തോളിൽ ഒരേ പോലെ കൈയിടാൻ പറ്റുന്ന മോദിക്ക് ഖമനേയി ഉണ്ടായിരുന്നെങ്കിൽ ഖമനയുടെ തോളിലും കൈയിടാൻ പറ്റുമായിരുന്നു. ഇത് വല്ലാത്തൊരു ഡിപ്ലോമസിയാണ്. ഇതൊരു വല്ലാത്ത മോഡിപ്ലോമസി എന്നാണല്ലോ എന്നെ പറയുന്നത്. മോഡിപ്ലോമസി. ഏതായാലും ഇന്ത്യ അതിൻ്റെ യശസ് ലോകത്ത് അനുദിനം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയുടെ പരിലാളനയേറ്റ് അമേരിക്കയുടെ സംരക്ഷണം ഉള്ളതുകൊണ്ട് അമേരിക്കൻ പട്ടാളത്തിന് താവളം കൊടുത്താൽ തങ്ങളെ ഒരു ഉറുമ്പ് പോലും കടിക്കില്ല എന്ന് കരുതിയിരുന്ന ഗൾഫ് രാജ്യങ്ങളുടെ ആ ഗ്യാരണ്ടിയൊക്കെ പോയിരിക്കുന്നു. ഇപ്പോൾ അവർ കാക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും. യു ആർ ഷുവർ.